നിറഞ്ഞ മനസ്സോടെ, ഒരു ജന്മം മുഴുവൻ തീർത്താൽ തീരാത്ത സ്നേഹത്തോടെ, നിന്റെ കാലൊച്ചയ്ക്കായി, നിന്റെ ഒരു ഹൃദയമിടിപ്പിനായി കാതോർത്ത്, നിന്റെ 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 മാത്രം. കേരളത്തിൻ്റെ നമ്പർ 1 FM ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. നമ്മുടെ പ്രണയകഥ കേൾക്കണ്ടേ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഞാൻ വിചാരിക്കും ഇത് ട്രൂ ലവ് ആയിരിക്കും എന്ന്. പക്ഷെ അപ്പോൾ വേറൊരു പെൺകുട്ടി കടന്നു വരും. ഞാൻ അവളോട് സംസാരിക്കും. ഇവളോടും അവളോടും സംസാരിച്ച് അവസാനം 2 റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആകും. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. ഇത്രയും കൊല്ലവും ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവസാനം ഞാൻ മടുത്ത് ഒരു ദിവസം എൻ്റെ ഫോണിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പോർട്ടലിലേക്ക് തിരിഞ്ഞു. ഒരു ട്രൂ ലവ് ഉണ്ടാവുമോ എന്നായി എൻ്റെ ചിന്ത. പ്രണയത്തിൽ ഒരിക്കൽ നഷ്ടം സംഭവിക്കുന്നത് തന്നെ വേദനയാണ്. അത് വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോഴോ പ്രണയം എന്ന ആ മനോഹര വികാരത്തെ തന്നെ നമ്മൾ വെറുത്തു പോകും. പ്രണയത്തിൽ വ്യക്തികളിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും. കുറ്റം ആരുടേതും ആയിക്കൊള്ളട്ടെ, ഇഷ്ടപ്പെടുന്നയാളുടെ വേർപാട് എന്നും ദുഃഖമേ തരും. ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്നേഹമാകുന്ന നീ ഒരു മഴത്തുള്ളിയായിരുന്നെങ്കിൽ ആ മഴത്തുള്ളിക്ക് താഴെ നിവർന്ന ഒരു കുടയായി മാറിയാൻ ഞാനെന്ന ഹൃദയം. കേരളത്തിൻ്റെ നമ്പർ 1 FM ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒരുപാട് പ്രണയപരാജയങ്ങൾ എന്നെ തളർത്തി. ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ ജോയിൻ ചെയ്തു. ഒരുപാട് പേർക്ക് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു. ഒരു ദിവസം ഒരു പെൺകുട്ടി എനിക്ക് റിപ്ലൈ ചെയ്തു. അവളുടെ ശബ്ദവും അവളുടെ സംസാര രീതിയൊക്കെ എന്നെ അവളിലേക്ക് അടുപ്പിച്ചു. അവൾ അധികം ഇൻ്റർനെറ്റൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ അവളുടെ നമ്പർ ചോദിച്ചു. അപ്പോൾ തന്നെ അവൾ അയച്ചു തന്നു. ഞാൻ അവളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൾ എന്നെ വിളിച്ചു. നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ എൻ്റെ ജീവൻ്റെ മറ്റൊരു കണികയെ തേടി അലയുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു അത് നീ മാത്രമാണെന്ന്. എനിക്ക് നിന്നോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിലെ ജീവനെപ്പോൾ സത്യവും മനോഹരവുമാണെന്നും ഒരു നിലാമഴ പോൽ നീ എന്നിലേക്ക് പെയ്തിറങ്ങുന്നതും ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിലെ ആ എക്സൈറ്റ്മെൻറ്റ്, ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് പോകുമ്പോഴാണ് പലപ്പോഴും പ്രണയങ്ങൾ തകരുന്നത്. ഇതേ എക്സൈറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് പലരും പുതിയ പുതിയ പ്രണയങ്ങൾ തേടുന്നതും അല്ലേ? ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Sometimes the heart sees what is invisible to the eyes. കണ്ണുകൾ കാണാത്തത് ഹൃദയം കാണും. ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒരു ദിവസം രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു ഐ ലവ് യു എന്ന്. ആദ്യം എനിക്കതൊരു ഞെട്ടലായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു വൈ, എന്തുകൊണ്ട് ഞാൻ? അവൾ പേടിച്ചു പോയി. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെയായി. അവൾ കരയാൻ തുടങ്ങി. ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഞാൻ എത്ര വിളിച്ചിട്ടും പിന്നെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പിന്നീടുള്ള കുറച്ച് മിനിറ്റുകൾ ഇത്രയും ടെൻഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. പ്രണയിക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവുന്ന നമ്മൾ ചിന്തിക്കും. ചിലപ്പോഴൊക്കെ വേണ്ട സ്നേഹം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ അവരെ നഷ്ടപ്പെടും എന്ന ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അത്തരം ഒരു സിറ്റുവേഷൻ വന്നാലോ, മുന്നിൽ ശൂന്യത മാത്രം. ജീവൻ്റെ ജീവനായി പ്രണയിച്ചയാൾ ഇനിയില്ല. ആ ചിന്ത മാത്രം മതി ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടമാകാൻ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇന്ന് നമുക്ക് കൂട്ടിനുണ്ടാവുമെന്ന് കരുതരുത് കേട്ടോ. വേണ്ട സ്നേഹം നമ്മൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ആ പ്രണയവും വേദനയിലേ അവസാനിക്കൂ. ഇത് ലവ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Pains of love be sweeter far than all the pleasures are. ലവ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. എത്രയും ഒരുപാട് തവണ വിളിച്ചപ്പോൾ അവൾ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ അവളോട് ചോദിച്ചു സത്യമായും നിനക്കെന്നോട് പ്രണയമാണോ? വിതുമ്പലുകൾക്കിടയിൽ അവൾ പറഞ്ഞു അതെ. Then I said I love you too.
അവൾ പുഞ്ചിരിച്ചു. ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ല, എന്നുമെന്നും പ്രണയിക്കും, എൻ്റെ മാത്രമായിരിക്കും, എന്നെ തന്നെ കല്യാണം കഴിക്കും എന്ന് വാക്ക് തരാൻ അവൾ എന്നോട് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ ഒരുപാട് ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു അഫെക്ഷൻ എനിക്ക് ആരോടും തോന്നിയിട്ടില്ല എന്ന്. ഇഷ്ടം ആർക്കും ആരോടും തോന്നാം, തുറന്ന് പറയുകയും ചെയ്യാം. എന്നാൽ ആ ഇഷ്ടം തിരികെ കിട്ടാൻ അതിന് ഭാഗ്യം വേണം. ഞാൻ ഇഷ്ടപ്പെടുന്നയാൾക്ക് അതേ ഇഷ്ടം എന്നോടുമുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷമില്ലേ, ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പ്. ഇതൊക്കെയാണ് ഒരു പ്രണയത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പുകൾ. ഒടുവിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഉത്തരം തിരിച്ചു കിട്ടും. എനിക്കും നിന്നെ ഇഷ്ടം. നമുക്ക് തോന്നും ഇങ്ങനെ ഒരു സന്തോഷം ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലെന്ന്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.